ഹലോ മക്കളെ, അങ്ങനെ ഫൈനലി നമ്മുടെ ഹിന്ദി, മലയാളം ആൻഡ് ബാക്കിയുള്ള ലാംഗ്വേജസിൻ്റെ പരീക്ഷ കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നുള്ളതിന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കുറേ കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്തവർ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റി, നന്നായിട്ടൊക്കെ എഴുതാൻ പറ്റി, ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞാൽ കുറേ മെസ്സേജസ് അലൻ സാറിനും നമ്മുടെ ബാക്കിയുള്ള ഫാക്കൽറ്റീസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. നമുക്കൊരു നല്ലൊരു സ്റ്റാർട്ടായിരുന്നു ഈ +1 എക്സാം. മക്കളെ, ഇനിയുള്ള പരീക്ഷകളാണ് നമുക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കരുതുന്ന പരീക്ഷകൾ, അല്ലെങ്കിൽ മാർക്ക് കുറച്ചും കൂടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പരീക്ഷകൾ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, സാർ ഇംഗ്ലീഷ് ഇത്ര ബുദ്ധിമുട്ടാണോ? മക്കളെ, മോഡൽ എക്സാമിൽ തന്നെ നിങ്ങൾക്കൊരു ക്ലൂ കിട്ടി. ഇംഗ്ലീഷ് അത്ര സിമ്പിൾ ആയിരിക്കില്ല. അതായത് ചാപ്റ്റേഴ്സൊക്കെ കൃത്യമായിട്ട് പഠിച്ച് അതിലെ കണ്ടൻറ്റ്, പോയമായിക്കോട്ടെ ചാപ്റ്റേഴ്സൊക്കെ കൃത്യമായിട്ട് കണ്ടൻറ്റ് പഠിച്ചു പോയ കുട്ടികൾക്ക് മാത്രമേ നല്ലൊരു മാർക്ക് എത്താൻ പറ്റുള്ളൂ. ഇതൊരു സർപ്രൈസിങ് കാര്യമല്ല. പലരും എന്താണ്, നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്താണ്, ഇംഗ്ലീഷിൽ എളുപ്പത്തിൽ മാർക്ക് കിട്ടും, A+ ഒക്കെ എല്ലാവർക്കും കിട്ടും. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, 10ാം ക്ലാസ് മുതൽ ടീച്ചേഴ്സും പറയും, നമ്മളും പറയും, കുട്ടികളെല്ലാവരും പറയുന്നതാണ് ഇംഗ്ലീഷ് സിമ്പിൾ, അതേ പ്ലസ് കിട്ടുള്ളൂ, അതേ പ്ലസ് ജസ്റ്റ് വായിച്ചാൽ മതി, പോയി പരീക്ഷ എഴുതിയാൽ മതി എന്നൊരു ധാരണയിലാണ് ഈ +1ലേക്ക് വരിക. പക്ഷേ +1ലാണ് ആ കുട്ടി റിയാലിറ്റി മനസ്സിലാക്കുക. അത് എപ്പോഴാണ് മനസ്സിലാക്കുക? അത് പരീക്ഷ കഴിയുമ്പോഴാണ് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്കറിയാം, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സ് ഒക്കെ എന്താണ്, കുറേ പഠിക്കാനുണ്ട്, ടഫാണ്, അതുകൊണ്ട് പരീക്ഷ ടഫായിരിക്കും എന്നൊരു ധാരണയുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെ ഇല്ല. കാരണം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ 10ാം ക്ലാസ്സിലെ പോലെ തന്നെയാണ്, ചാപ്റ്റേഴ്സും പോയംസും ഒക്കെ ഏതാണ്ട് അതുപോലെ അതേ ഒരു ലെവലിൽ തന്നെയാണ്. പക്ഷേ അവസാനം പരീക്ഷ കഴിയുമ്പോഴാണ് മിക്ക കുട്ടികൾക്ക് മനസ്സിലാവുക, ഇംഗ്ലീഷ് വിചാരിച്ച പോലെയല്ല. അതായത് പല കുട്ടികളും, നമ്മൾ ജസ്റ്റ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബാച്ചിൻ്റെ കഴിഞ്ഞ 2-3 വർഷത്തെ ബാച്ചൊക്കെ എടുത്തു നോക്കിയാൽ പല കുട്ടികൾക്കും ഫുൾ മാർക്കൊക്കെ മിസ്സായത് ഫിസിക്സിലും മാത്സിലും ബയോളജിയിലും കെമിസ്ട്രിയിലും ഒന്നല്ല, ഇംഗ്ലീഷിലായിരിക്കും. നിങ്ങളുടെ സീനിയേഴ്സിനോട് പലരോടും ചോദിച്ചോ, ഫുൾ മാർക്കിൻ്റെ കാര്യം വിട്. പലർക്കും എന്താണ് 99, 98 ഒക്കെ എന്താണ് സയൻസ് സബ്ജക്ട്സിലൊക്കെ കിട്ടി. പക്ഷേ ഇംഗ്ലീഷിൽ 90 താഴെ അല്ലെ 85 താഴെ അങ്ങനെ സംഭവിച്ച കുട്ടികളുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യും, കെമിസ്ട്രിക്കും ബയോളജിക്കും മാത്സിനും ഫിസിക്സിനൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്യും. പക്ഷേ ഇംഗ്ലീഷ് എക്സാമിൻ്റെ തലേന്ന് പഠിച്ചാൽ പോരെ എന്നൊരു മെൻറ്റാലിറ്റിയോടെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ പണി കിട്ടുക പേപ്പർ വരുമ്പോഴാണ്. അത് മോഡൽ എക്സാമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക്കലി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ, ഇംഗ്ലീഷിനെ ഓവർ നിസ്സാരമായിട്ട് നിങ്ങൾ കരുതാൻ പാടില്ല. ഓവർ സീരിയസ് ആയിട്ട് എടുക്കണം എന്നല്ല, പക്ഷേ ഓവർ നിസ്സാരമായിട്ട് കരുതാൻ പാടില്ല. നമുക്ക് 4 ദിവസമുണ്ട്. അതിൽ അവസാനത്തെ 2 ദിവസമൊക്കെയാണ് അല്ലെ 1 ദിവസമൊക്കെയാണ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ പണി പാടും. നമുക്ക് ചാപ്റ്റേഴ്സും പോയമൊക്കെ നന്നായിട്ട് കണ്ടന്റ് മനസ്സിലാക്കിയെടുത്ത് ഗ്രാമറും അതുപോലെ റൈറ്റിങ്ങും നമുക്ക് എന്ത് ചെയ്യണം, അത് കണക്ട് ചെയ്തെടുക്കണം. റൈറ്റിംഗ് നിങ്ങൾ ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ പോരാ, ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അത് നമ്മുടെ ഡിസ്കോഴ്സിലേക്ക് കണക്ട് ചെയ്തെടുക്കേണ്ട ഒരു പണി കൂടിയുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല. അതിൻ്റെ ഒരു ഗംഭീര സ്റ്റഡി പ്ലാൻ ആയിട്ട് ഇന്ന് വൈകുന്നേരം ഞാനും അലൻ സാറും കൃത്യം 7 മണിക്ക് വരുന്നുണ്ട്. ആ 7 മണിക്ക് ലൈവിൽ സ്റ്റഡി പ്ലാൻ മാത്രമായിരിക്കില്ല, നമ്മൾ പരിപാടി സ്റ്റാർട്ടും കൂടി ചെയ്യും. ഓക്കെ, ഇന്ന് കംപ്ലീറ്റ് പോയംസ് നമ്മൾ പഠിച്ച് തീർക്കുകയും ചെയ്യും. അപ്പോൾ ആ സ്റ്റഡി പ്ലാനിൽ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം മാത്രമല്ല, ഇംഗ്ലീഷ് മാത്രമല്ല ഈ ദിവസങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുക. നിങ്ങൾക്കറിയാം, അവസാനത്തെ വേറെ കുറച്ച് പരീക്ഷകളിലും പിന്നെ കെമിസ്ട്രിയിലും എന്താണ് കുറേ ദിവസങ്ങളില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ എങ്ങനെ ഇംഗ്ലീഷും അതിനോടൊപ്പം തന്നെ നമുക്ക് ദിവസങ്ങൾ കുറവുള്ള കെമിസ്ട്രിയും ബയോളജിയും പോലത്തെ കമ്പ്യൂട്ടർ സയൻസും പോലത്തെ സബ്ജക്ട്സ് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കണം എന്നുള്ളൊരു അടിപൊളി ഒരു ഗംഭീര സ്റ്റഡി പ്ലാൻ ഇന്ന് വൈകുന്നേരം റിവീൽ ചെയ്യുന്നുണ്ട്. ലൈവിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ റിവീൽ ചെയ്യും. സോ നിങ്ങളെല്ലാവരും ഉണ്ടാവണം ആ ലൈവിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് മാത്രമല്ല, ഇംഗ്ലീഷും അതിനുശേഷമുള്ള എല്ലാ പരീക്ഷകളിലും നമുക്ക് എന്ത് ചെയ്യണം, 90, 95 ഒന്നല്ല, ഇനി അങ്ങോട്ട് ഫുൾ മാർക്കിൻ്റെ കാലമാണ്. ഇനി ഫുൾ മാർക്ക് തന്നെ നമ്മൾ വാങ്ങിച്ചെടുക്കണം. പറ്റണം. അത്ര മാത്രമേ പറയാനുള്ളൂ. വൈകുന്നേരം 7 മണിക്ക് വരാൻ പോകുന്നവർ എല്ലാവരും താഴെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് കാണാം.